ഹായ്, എല്ലാ കുട്ടികൾക്കും പോക്കറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സുസുക്കിയുടെ ആക്സസ് 125 എന്ന് പറയുന്ന ഈ സ്കൂട്ടറാണ്. അപ്പോൾ ഇതൊരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ 2020 മോഡൽ വാഹനമാണിത്. ഇപ്പോൾ ഏകദേശം ഒരു 30,000 കിലോമീറ്റർ അടുത്ത് ഈ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വിയർ ആൻഡ് ടിയറും സ്ക്രാച്ചസും ഒക്കെ ഈ വണ്ടി നോക്കി നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഇത്രയും നാൾ ഓടിച്ചതിൽ നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു കസിൻ്റെ വണ്ടിയാണ്. അപ്പോൾ സുസുക്കി ആക്സസ് 125 എന്ന് പറയുന്ന ഈ മോഡൽ ഏകദേശം 2007 മുതൽ ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിച്ച ഒരു വാഹനമാണ്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ, അപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരു 10-17 വർഷമായിട്ട് പ്രത്യേകിച്ചൊരു ഭയങ്കരമായ അപ്ഡേഷനും കൊണ്ടുവരാത്തൊരു വാഹനമാണ് സുസുക്കി ആക്സസ് 125 എന്ന് പറയുന്ന ഈ മോഡൽ. ഇത് 2007 അല്ലെങ്കിൽ ആ ഒരു 2007-2010 കാലഘട്ടത്തിൽ ഇറങ്ങുമ്പോൾ അന്നൊന്നും വലിയ മൈലേജ് ഒന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഒരു 40-45 കൂടുതലൊന്നും മൈലേജ് ഒന്നും അന്ന് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അന്ന് ഇതിന്റെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ ആയിരുന്നു. പിന്നെ ആൾക്കാരൊന്നും ഈ 125 എന്ന് പറഞ്ഞ ഒരു CC എന്നും എഞ്ചിൻ പവർ ഒന്നും അന്ന് അത്രയ്ക്ക് അങ്ങോട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഈ 125 എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് കാറ്റഗറിക്ക് ഇന്നത്തെ കാലത്ത് ഉള്ളതും. അന്നത്തെ കാലത്ത് ആൾക്കാരൊക്കെ ചിന്തിക്കുക ആക്റ്റീവയ്ക്ക് ബദലായിട്ടൊരു വാഹനം. ഇപ്പോൾ ഏറ്റവും പുതിയ 2024 മോഡലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നോർമൽ ഹാലജൻ ബൾബിന് പകരം ഇവിടെ ഒരു LED ബൾബ് വന്നു. പിന്നെ ഒരു ഡിജിറ്റൽ മീറ്റർ വന്നു. പിന്നെ എഞ്ചിനിൽ BS6 നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന സുസുക്കി 125ന്റെ മൈലേജ് കമ്പനി ഇന്നലെ കൂടി ഒരു നോട്ടീസ് കിട്ടിയാണ്. അതിൻ്റെ അകത്ത് കമ്പനി പറയുന്നത് 60+ കിലോമീറ്റർ ആണ്. നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് വണ്ടി വാങ്ങിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും എന്താണെങ്കിലും മൈലേജിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഈ ഡിസൈനിങ്ങിലോ ഇതിന്റെ മറ്റ് എഞ്ചിൻ കാര്യത്തിലോ കാര്യമായ ഒരു വ്യത്യാസമൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇതിന്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന മോഡലുമായിട്ട് ഒരു ഭയങ്കരമായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് LED ബൾബല്ല ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ക്രോമിയം ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഡിസൈൻ എല്ലാം അങ്ങനെ തന്നെ, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഒരു ബൾക്ക് ഡിസൈനാണെന്ന് പറയാം. ഇത് ഇറങ്ങിയ കാലം മുതലേ ഒരു നമ്മുടെ ആക്റ്റീവയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കഴിഞ്ഞൊക്കെ ഒരു വീർത്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ കമ്പനി ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ക്ലിയർ ലെൻസ് ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്ററാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഈ പോർഷൻ ഇതെല്ലാം ഒരു ഫൈബർ പാർട്സ് ആണ് കേട്ടോ. ഇത് മാത്രം മെറ്റൽ പാർട്ടാണ് കമ്പനി കൊടുത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ സൈസ് വരുന്നത് ഫ്രണ്ടിൽ 12 ഇഞ്ചും പിന്നെ ബാക്കിൽ 10 ഇഞ്ചുമാണ്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന പല കമ്പനികളുടെ ഡിസ്ക് ബ്രേക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്കിൻ്റെ സൈസിൽ അല്പം ചെറുതാണ് ഈ വാഹനത്തിൻ്റെ ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇത് 2020 മോഡൽ വാഹനമാണ്. അപ്പോൾ ഇതൊരു സെമി ഡിജിറ്റൽ അനലോഗ് കോമ്പിനേഷനാണ് ഇതിൻ്റെ മീറ്റർ കൊടുത്തിരിക്കുക. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള നല്ല റൗണ്ടർ ഷേപ്പിലായിട്ടുള്ള റിയർ വ്യൂ മിററുകളാണ് ഇതിന് കൊടുത്തിരിക്കുക. പിന്നെ സ്വിച്ചസുകളൊക്കെ ഒരു ആവറേജ് ക്വാളിറ്റി. ഇപ്പോൾ ഈ സെഗ്മെന്റിലുള്ള ഒരു വാഹനത്തിനും നമുക്കൊരു സൂപ്പർ ക്വാളിറ്റി ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ല. അപ്പോൾ അതുപോലെ തന്നെ തരക്കേടില്ലാത്ത ക്വാളിറ്റിയുള്ള ഒരു സ്വിച്ചസുകൾ ആ ഒരു രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം ലഗേജൊക്കെ തൂക്കിയിടാനായിട്ട് ഒരു ഹുക്കുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇവിടെ ഒരു പോക്കറ്റ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു നല്ല വലുപ്പമുള്ള മൊബൈൽ ഫോണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചാടി പോകത്തൊന്നുമില്ല. അപ്പം തരക്കേടില്ലാത്ത ഒരു പോക്കറ്റാണ് ഇതിന് വെച്ചിരിക്കുക. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ഇതിൻ്റെ മാത്രമല്ല, ഇന്ന് ഇറങ്ങുന്ന പല വണ്ടിക്കും ഇല്ലാത്ത ഒരു സാധനം. ആകെ 2 കമ്പനികളുടെ വാഹനങ്ങൾക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന് ഹോണ്ടയും 2 TVSഉം. എന്താണെന്നറിയാവോ? നമ്മുടെ ഫ്രണ്ടിൽ ഈ ബ്രേക്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇറക്കത്ത് ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ലോക്ക് ചെയ്തിട്ട് നമുക്ക് പോകാം. ഹാൻഡ് ലോക്ക് അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബ്രേക്ക് ലോക്കാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണെങ്കിലും ഈ വണ്ടിക്ക് അതില്ല. അതൊരു വലിയ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പരസ്യത്തിലാണെങ്കിലും ഇവർ പറയുന്ന ഒരേ ഒരു കാര്യമാണ് ഗ്യാസ് ഊറ്റി കൊണ്ടുപോകാനുള്ള സ്പേസ്. കാരണം ഈ ഫ്രണ്ടിൽ വേറെ ബോക്സ് സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ പല സ്കൂട്ടറുകൾക്കും ഫ്രണ്ടിൽ ചെറിയൊരു ബോക്സ് വരുന്നത് കൊണ്ടാണ് ശരിക്കും പറയാൻ ഗ്യാസ് ഊറ്റി വെക്കാനുള്ള സ്പേസ് ഇല്ല. ആദ്യകാലത്ത് ഇറങ്ങുന്ന ആക്റ്റീവയ്ക്കും ഗ്യാസ് ഊറ്റി വെക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്ക് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് ഈ വാഹനത്തിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് ഒരു ബോക്സ് സാധനങ്ങളൊന്നും ഇവിടെ വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ഗ്യാസ് ഊറ്റിയൊക്കെ വെക്കാം. അപ്പോൾ പ്രാക്ടിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. പിന്നെ നമുക്ക് ഫ്ലോറിനെ പറ്റിയുള്ള ഒരു കാര്യം, ഗ്യാസ് ഊറ്റി വെക്കുന്ന പോലെ തന്നെ നമുക്ക് സുഖമായിട്ട് നമുക്ക് കാല് കയറ്റി വെക്കാം. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. സ്പേസിനൊന്നും യാതൊരു പഞ്ഞമില്ല. ഇതാണ് ഓൾമോസ്റ്റ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പൊസിഷൻ എന്ന് പറയാം. പിന്നെ അത്യാവശ്യം നല്ല ഉയരം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിലവിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ TVSന്റെ വീഗോയാണ്. അപ്പോൾ അതേന്ന് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഇതിലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ കുറേ നാൾ കൂടി ഈ വണ്ടിയിലേക്ക് കയറുക. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് അല്പം പൊങ്ങി നിൽക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. ഫ്രണ്ടിൽ അല്പം പൊക്കക്കൂടൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
പക്ഷേ റൈഡിങ്ങിലൊന്നും നമുക്ക് അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ നോർമലി ബൈക്കിനെ അപേക്ഷിച്ച് ഫ്രണ്ടിലേക്ക് ഒരു 1-2 ഇഞ്ച് പൊക്ക കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ നമ്മൾ പിടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ നമ്മൾ പിടിക്കുമ്പോഴൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഫുഡ് പക്ക് എല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫുഡ് പക്കാണ്. ഭയങ്കരമായ വീതിയൊന്നുമില്ല, എങ്കിലും തരക്കേടില്ലാത്ത നമ്മൾ നോർമലി കാണുന്ന ഒരു ഫുഡ് പക്ക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റിയർ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ടേൺ ഇൻഡിക്കേറ്റർ ഒക്കെ ഒരു ക്ലിയർ ലെൻസ് ആയിട്ടുണ്ട്. പിന്നെ സീറ്റ് നല്ല വിശാലമായ സീറ്റാണ് കേട്ടോ, നല്ല വലുപ്പമുണ്ട്. ഇത് കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള വാഹനമാണ്. പക്ഷേ ഇപ്പം ഒരു മരം പോലെയാണ് ഇരിക്കുക, ഒട്ടും സുഖമില്ല. ഇനിയിപ്പോൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ആ സമയത്തൊക്കെ നല്ല കംഫർട്ടായിരുന്നോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്താണെങ്കിലും ഈ 3 വർഷം കൊണ്ട് ഇതാണ് അവസ്ഥ, നല്ല മരം പോലെയുണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം നമുക്കറിയാമല്ലോ, നമ്മൾ ഇവിടുത്തെ റോഡുകൾ എന്ന് പറഞ്ഞാൽ കട്ടറില്ലാത്ത ഒരു വഴി പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ കല്ലും കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിങ്ങനെ ആയതായിരിക്കും കേട്ടോ, കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ചിലപ്പോൾ ആയതായിരിക്കും. ഈ 3 വർഷത്തെ ഒരു റിവ്യൂ നമ്മൾ എടുക്കുമ്പോൾ ഇതാണ് വണ്ടിയുടെ അവസ്ഥ. സസ്പെൻഷൻ നല്ല ഹാർഡാണ്, സീറ്റ് നല്ല ഹാർഡാണ്. നമുക്ക് ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഒന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്റ്റോറേജ് തന്നെയാണ് കേട്ടോ ഈ ആക്സസിനുള്ളത്. പക്ഷേ ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് എനിക്ക് തോന്നുന്നു TVSന്റെ 125 സ്കൂട്ടറിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് ഒരു സുഖമായിട്ട് 2 ഹെൽമെറ്റ് വെക്കാം. ഇത് അത്രയൊന്നുമില്ല, ഏകദേശം ഒരു 21-22 ലിറ്ററാണ് ഇതിൻ്റെ സ്റ്റോറേജ്. ഫുൾ സൈസ് ഹെൽമെറ്റ് എന്താണെങ്കിലും വെക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന TVSന്റെ വീഗോയ്ക്ക് 18 ലിറ്ററാണ് അതിന് സ്റ്റോറേജ് സ്പേസ് ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഞാൻ ഫുൾ സൈസ് ഹെൽമെറ്റ് വെക്കുന്നുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് ഭയങ്കര വലുപ്പമുള്ളതല്ല, എന്നാൽ അത്യാവശ്യം ഒതുങ്ങിയ സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റ് അത് വെക്കാം. അതിനേക്കഴിഞ്ഞും സ്റ്റോറേജ് സ്പേസ് ഇതിനുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂവൽ ഫില്ലിങ് ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുക. ഇപ്പോൾ വരുന്ന വാഹനത്തിന് അത് നേരെ ബാക്കിലേക്കായിട്ടുണ്ട്. ഇവിടെ നേരെ ബാക്കിൽ സുസുക്കിയുടെ ലോഗോയ്ക്ക് തൊട്ട് മുകളിൽ നമ്മുടെ ടെയിൽ ലാമ്പിന് തൊട്ട് മുകളിലായിട്ടാണ് ഇപ്പോൾ വരുന്ന വണ്ടിക്ക് ഈ ഫ്യൂവൽ ലിഡ് കൊടുത്തിരിക്കുക. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ കീ ഇട്ടിട്ട് തുറന്നിട്ട് വേണം ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യൻ വണ്ടികളൊക്കെ, പ്രത്യേകിച്ച് TVSന്റെ വണ്ടിയൊക്കെ കുറച്ചുകൂടെ മെച്ചമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. കാരണം വെച്ചാൽ TVSന്റെ വണ്ടിക്കൊക്കെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഡിസൈൻ ഫീച്ചർ നമുക്ക് പറയാവുന്നത്. പിന്നെ ഇതിൻ്റെ റൈഡിങ്ങിൽ നല്ല പവറുണ്ട്. അപ്പോൾ ഇനിഷ്യലി തന്നെയാണ് നമ്മൾ കൈ കൊടുക്കുമ്പോൾ വണ്ടി നന്നായിട്ട് വലിച്ചു കയറി പോകുന്നുണ്ട്. അപ്പോൾ 2 പേര് വെച്ചാണെങ്കിൽ നമുക്ക് യാതൊരു വിഷയമില്ല, നമുക്ക് എതിരെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ റിയർ ബ്രേക്ക് അല്പം കുറവാണ്, ഇത്ര നാൾ വണ്ടി ഓടിയതുകൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഈ സുസുക്കിയുടെ പല വണ്ടികൾക്കും ബ്രേക്കിംഗ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു എഫിഷ്യൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോഴേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് എനിക്ക് അങ്ങോട്ടൊരു ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിനെ നമുക്കൊരു ഓൾഡ് മാൻ വെഹിക്കിൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. സുസുക്കിയെ സംബന്ധിച്ച് സുസുക്കി കമ്പനിയുടെ ഒരു വിജയകരമായ ഒരു മോഡലാണ്. കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് അവർ ഇത് തന്നെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്താൻ ഒരു പക്ഷേ അവർക്ക് പേടിയായിരിക്കാം. ഇപ്പോൾ കമ്പനിയുടെ പരസ്യം തന്നെ 60+ കിലോമീറ്റർ മൈലേജ് എന്നുള്ളതാണ്. അപ്പോൾ മൈലേജുമാണ്. നമുക്ക് അത്യാവശ്യം നമുക്ക് ലഗേജൊക്കെ നമുക്ക് വെക്കുകയും ചെയ്യാം. സീറ്റിനാണെങ്കിലും നല്ല വലുപ്പമുണ്ട്, കൈ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കയറി പോകും. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് ആ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഇതിന് നിലവിൽ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഈ വണ്ടിയിൽ പുതിയതായിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാ വണ്ടിക്കും തന്നെ ഒരു ഓട്ടോ ചോക്കിംഗ് സംവിധാനമാണ് ഉള്ളത്. പിന്നെ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വണ്ടിക്ക് നേരെ ഇഗ്നീഷൻ നമ്മൾ ഓൺ ചെയ്യുക, ലെഫ്റ്റ് ബ്രേക്ക് പിടിക്കുക, എഞ്ചിൻ സ്വിച്ച് പ്രസ് ചെയ്താൽ എന്നിട്ട് വണ്ടി നന്നായിട്ട് ആക്സിലേഷൻ കൊടുക്കുക, ഇങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഓർമ്മയിൽ നിന്നതുകൊണ്ട് ഈ രീതിയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ വണ്ടി ഇങ്ങനെ റേസ് ചെയ്യേണ്ട പരിപാടികളൊന്നുമില്ല. നിലവിൽ ഇഗ്നീഷൻ ഓൺ ചെയ്യുക, ബ്രേക്ക് പിടിക്കുക, എഞ്ചിൻ സ്വിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ നമ്മളവിടെ കൂടുതൽ ആക്സിലേഷൻ ഒക്കെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് വേറെ പണിയാവും. ഇപ്പോൾ മിക്കവാറും എല്ലാ വണ്ടികൾക്കും ഇത് തന്നെയാണ്, ഓട്ടോ ചോക്കിംഗ് സംവിധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ റേസ് ചെയ്ത് ആരും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ കളർ തീം എനിക്ക് ഒരു കാലത്തും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു കളർ തീമാണ്. ഇത് വണ്ടി ഏത് കളർ ആയിക്കോട്ടെ ഓക്കെ, അതിൻ്റെ ഇൻറ്റീരിയർ ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ ഇത് ഒരു ബ്രൗണിഷ് ആണ്, സീറ്റും അങ്ങനെ തന്നെ ഇപ്പോൾ ഒരു കളർ അങ്ങോട്ട് മാച്ചാവുന്നില്ല. അപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിലും സീറ്റിന് വേറൊരു കളറായിരിക്കും. അപ്പോൾ എനിക്ക് ഒരു രീതിയിലും ഇഷ്ടപ്പെടാത്ത കുറച്ച് കളർ തീമാണ് കേട്ടോ എന്നും ഈ വണ്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ വണ്ടിയുടെ സ്പെക്ക് കാര്യങ്ങൾ നോക്കാം. ഇതൊരു 125 cc വാഹനമാണ്. 8.6 bhp ആണ് എഞ്ചിൻ പവർ എന്ന് പറയുന്നത്. ടോർക്ക് ഏകദേശം 10 Nm ടോർക്കാണ് നൽകുക. ഏകദേശം 103 കിലോ കെർബ് വെയിറ്റ് ഈ വാഹനത്തിനുണ്ട്. അതുപോലെ സീറ്റ് ഹൈറ്റ് 773 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 160 mm. ഇനി നമുക്ക് വണ്ടിയുടെ വിലഭാഗം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,05,000 രൂപ മുതൽ ഏകദേശം 1,15,000 രൂപ വരെയാണ് വേരിയന്റ് അനുസരിച്ച് ഈ വണ്ടിയുടെ ഓൺ റോഡ് വില വരുന്നത്. അതുപോലെ മറ്റു കമ്പനികളിലാണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ പോക്കറ്റ് മലയാളം ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.